ശ്രീം മഹാത്രിപുരസുന്ദര്यै നമഃ. എല്ലാവർക്കും ഭക്തി സാന്ദ്രത്തിലേക്ക് സ്വാഗതം. ഇന്നു ഞാൻ ലളിതാ സഹസ്രനാമത്തിലെ 27 മുതൽ 30 വരെയുള്ള നാമങ്ങളുടെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് സഹസ്രനാമത്തിൻ്റെ ബുക്ക് കൂടി എടുത്തു വെച്ച് ലൈനിൻ്റെ മേലെ അർത്ഥം എഴുതി വെച്ച് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. നിജസല്ലാഭ മാധുര്യ വിനിർഭത്സിത കച്ഛപി മന്ദസ്മിത പ്രഭാപൂര മജ്ജത് കാമേശ മാനസ അനാഗലിത സാദൃശ്യ ചിബുക ശ്രീ വിരാജിത കാമേശബദ്ധ മാംഗല്യ സൂത്രശോഭിത ഗന്ധര. അടുത്തത് 27ാമത്തെ നാമം. നിജസല്ലാഭ മാധുര്യ വിനിർഭർസിത കച്ഛപി. കച്ഛപി വീണ. സരസ്വതി ദേവിയുടെ വീണയ്ക്കാണ് കച്ഛപി എന്ന് പറയുന്നത്. വിനിർഭർസിത തർക്കിക്കുക. എന്ത്? ദേവിയുടെ സല്ലാഭ മാധുര്യം. അമ്മ എന്തെങ്കിലും ഒന്ന് മൊഴിഞ്ഞാൽ മാധുര്യം, മധുരം. അപ്പോൾ ദേവി എന്തെങ്കിലും ഒന്ന് മൊഴിഞ്ഞാൽ അത് സരസ്വതി ദേവിയുടെ കച്ഛപിയെ പോലും തോൽപ്പിക്കും. അത്രയും മധുരമാണ് അമ്മയുടെ വാണി എന്നർത്ഥം. ഇനി 28ാമത്തെ നാമം. മന്ദസ്മിത പ്രഭാപൂര മജ്ജത് കാമേശ മാനസ. മന്ദസ്മിതം. അമ്മയുടെ മന്ദസ്മിത പ്രഭാപൂരത്തിൽ മജ്ജത് മയങ്ങുക. കാമേശ പരമേശ്വരൻ. അപ്പോൾ എന്താണ്? പരമേശ്വരനെ പോലും തൻ്റെ മന്ദസ്മിതത്തിൽ മയക്കിക്കളയുന്നവൾ എന്നർത്ഥം. ഇനി 29ാമത്തെ നാമം. അനാകലിത സാദൃശ്യ ചിബുക ശ്രീ വിരാജിത. അനാകലിത സാദൃശ്യം. കലിതമല്ലാത്ത സാദൃശ്യം. അതെന്താണ്? ഒന്നിനോടും ഉപമിക്കാൻ കഴിയാത്തത്. ചിബുക താടി. ശ്രീ ശ്രീത്വം അല്ലെങ്കിൽ ഭംഗി. താടിയുടെ ഭംഗി കൊണ്ട് വിരാജിത വിരാജിക്കുന്നവൾ. അപ്പോൾ ഒന്നിനോടും ഉപമിക്കാൻ കഴിയാത്ത അത്രയും ഭംഗിയുള്ള മനോഹരമായ താടിയുള്ളവൾ എന്നർത്ഥം. ഇനി 30ാമത്തെ നാമം. കാമേശബദ്ധ മാംഗല്യ സൂത്രശോഭിത ഗന്ധര. കാമേശൻ പരമേശ്വരൻ. ബദ്ധം കെട്ടിയത്. ഗന്ധരം കഴുത്ത്. പരമേശ്വരനാൽ കെട്ടിയ മാംഗല്യസൂത്രം ശോഭിത ശോഭിക്കുന്നു. അപ്പോൾ പരമേശ്വരനാൽ ബന്ധിക്കപ്പെട്ട മാംഗല്യസൂത്രം അമ്മയുടെ കഴുത്തിൽ അങ്ങനെ ശോഭിക്കുന്നു എന്നർത്ഥം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശിവശക്തിഐക്യരൂപിണ്യൈ നമഃ.